ഹായ് ഗായ്സ്, ഞാൻ ഇന്നലെ ഒരു ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്ബറിൻ്റെയും അനുവിനെയും ചൊല്ലിയിട്ടുള്ളൊരു ഇതാണത്. കഴിഞ്ഞ ദിവസം പാവയുടെ ആ ടാസ്കിൻ്റെ ഇടയിൽ മൂക്കിന്ന് ബ്ലഡ് വന്നതും അനുവിന് പരിക്കേറ്റിയതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, രാത്രിയിലത്തെ ഫുഡിൻ്റെ കേസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണത്. പിന്നെ അതിൻ്റെ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് അക്ബർ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തേക്കുന്നത്. എവിക്റ്റഡ് ആകുമോ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വീഡിയോക്ക് താഴെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് കമൻസേ ഉള്ളൂ. അതിൽ ഒരു കമൻറ്റാണ് പിന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഒരു കമൻറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ എവിക്റ്റഡ് ആയിട്ടില്ലല്ലോ, എവിക്റ്റഡ് ആവാതെ എന്തിനാണ് ഇങ്ങനെ എവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് കൊടുത്തത്, അതിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇറ്റക്കൊന്നും തീരെ ബോധമില്ലാണ്ടാണോ ഇത് നോക്കിയിട്ട് പറയുന്നത്? എവിക്റ്റഡ് ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എവിക്റ്റഡ് ആവുമോ? കാരണം ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെയാണല്ലോ അത് ചെയ്തത്. പണ്ട് നിങ്ങൾക്കറിയില്ലേ, മുന്നത്തെ ഒരു ബിഗ് ബോസിലെ സീസണിൽ മറ്റേ രജിത്ത് സാറിന് മുളക് പൊടി തേച്ചിട്ട് ഒരു കുട്ടിയുടെ അങ്ങനെ പുറത്താക്കിയൊരു സീനൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എവിക്റ്റഡ് ആകുമോ, ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്കാണ്. എവിക്റ്റഡ് ആയിന്ന് ഞാൻ എവിടെ ആ വീഡിയോക്കകത്ത് പറയുന്നില്ല, അതടക്കട്ടെ, ഫൈൻ, കുഴപ്പമില്ല. പിന്നെ വേറൊരാളുടെ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. ഒന്നല്ല 3 കമൻറ്റ് ആളിട്ടിട്ടുണ്ട്. ഞാൻ പറയാം, മുഹമ്മദ് അയാൻ എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. ഇതാണ് കമൻറ്റ്. ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കുക, ഇങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. നാണമുണ്ടോ സ്ത്രീ, അനുവിനെ പൊക്കി പറഞ്ഞാൽ റീച്ച് കിട്ടും വിചാരിച്ച് വീഡിയോ ചെയ്യുന്നു. ആയിക്കോട്ടെ, റീച്ച് കിട്ടണമല്ലോ. റീച്ച് കിട്ടാൻ തന്നെയല്ലേ നമ്മളെല്ലാവരും വീഡിയോ ഇടുന്നത്. പിന്നെ വേറൊരു കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ ഡിഫമേഷൻ കേസ് വരും, ഞാൻ ഈ വീഡിയോ അക്ബറിൻ്റെ വൈഫിനോ അയച്ചു കൊടുത്തിട്ടുണ്ടോ, പേടിക്കേണ്ട കേട്ടോ എന്നാണ്. ബോംബ ഭീഷണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അതിനുള്ള എന്ത് വകുപ്പാണാവോ ഇതിലുള്ളത്. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും വരും, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ എന്നുള്ളൊരു മറുപടി ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വേറെ എന്തോ ഒരു കമൻറ്റും കൂടി ഉണ്ട്, അത് എന്തോ ചെറിയൊരു ഇതാണ്. എന്തായാലും എന്നെ ഇതാക്കിയിട്ടുള്ളൊരു കമൻറ്റാണ് വന്നേക്കുന്നത്. ഇതാണ് എന്നെ ഒരു ഇതാക്കിയത് കേട്ടോ. വൈഫിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, പേടിക്കേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ പറയട്ടെ, ഒരു പ്രോഗ്രാം നടക്കുമ്പം, ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പം വലിയ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് അതൊരു ഗെയിമാണ്, എല്ലാവർക്കും അറിയാം. അതിനകത്ത് കുറേ കാര്യങ്ങൾ നടക്കും. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആളുകൾ കമൻറ്റ് ചെയ്യും, അഭിപ്രായം പറയും. ചിലർ കമൻ്റായിട്ട് ഇടുന്നു, ചിലർ വീഡിയോസായിട്ട് ചെയ്യുന്നു. ഇൻസ്റ്റയിൽ വീഡിയോസായിട്ട് ചെയ്യുന്നവരുണ്ട്, യൂട്യൂബിൽ ഇടുന്നവരുണ്ട്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ അഭിപ്രായം എന്തായാലും പറയാമല്ലോ. പിന്നെ ഞാൻ അയാളെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല. അതിലെന്താണോ കണ്ടത്, അതിലെന്താണോ സംഭവിച്ചത്, അതെന്താണെന്നുള്ളതാണ് ഞാനിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇല്ലാത്തൊരു കാര്യം ഞാൻ അവിടെ എടുത്തിട്ട് പറഞ്ഞിട്ടില്ല. എനിക്കൊരു കാര്യം തോന്നി, ഞാനത് കണ്ടപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു കാര്യം തോന്നി, ഞാനത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാനവിടെ കാണിച്ചത് കേട്ടോ. പിന്നെ അതിനാണ് ഇങ്ങനൊരു കമൻറ്റ്. എനിക്കറിയില്ല ഇനി അവരെ ആരെങ്കിലും ആണോ വൈഫിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ പിടിച്ച് തൂക്കി കൊല്ലുമായിരിക്കും. നമുക്ക് നോക്കാം. പിന്നെ പറയുന്നത് എന്താ, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത്, അല്ലാണ്ട് പിന്നെന്താ ഗോൾഡ് മെഡൽ വേറെ കിട്ടാനൊന്നുമല്ലല്ലോ. റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോസ് ഇടുന്നത്. പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ശരിക്കും നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതലേ ഇടേണ്ടതാണ് ഇങ്ങനത്തെ വീഡിയോസ്. ബിഗ് ബോസിൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും റീച്ച് വരുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഇന്നും ഒന്നിലും ചാനൽ തുടങ്ങിയില്ല, എനിക്ക് വേറൊരു ചാനൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇത് വേറെ ചാനൽ തുടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കെന്നോ ഇടായിരുന്നല്ലോ. ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തന്നെ എത്രയോ കണ്ടൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ വീഡിയോസ് എടുത്ത് ഇട്ടത് കൊണ്ടിട്ട് ബിഗ് ബോസ് എന്തോ കോപ്പിറൈറ്റോ എന്തോ ഒന്ന് കൊടുത്തിട്ട് കുറേ പേരുടെ ചാനലിൽ പ്രശ്നമായിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനും പിന്നെ അത്ര വലിയൊരു ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഒരു ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറയുമ്പം ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ഇത് കണ്ടപ്പം അങ്ങനെ നമുക്ക് എന്താ
പ്രതികരിക്കാൻ തോന്നുന്നത് ചിലത് നമ്മൾ പ്രതികരിക്കുമല്ലോ. അതിപ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ചാൽ അതുവഴി നമ്മൾ പ്രതികരിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പിന്നെ അനുവിനെ പിടിച്ച് റീച്ച് കിട്ടുക എന്ന് പറയുന്നുണ്ട്. അനു ആയാലും അക്ബർ ആയാലും എല്ലാവരും അവിടുത്തെ കണ്ടസ്റ്റൻസ് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര അനു ഫാന് അങ്ങനെയൊന്നും അല്ല. അനുവിൻ്റെ ചില കാര്യങ്ങൾ തെറ്റുണ്ട്, ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അനുവിൻ്റെ ഭാഗത്തുള്ള കുറച്ച് തെറ്റുകളുണ്ട്, അനുവിന് കുറച്ച് പോരായ്മകളുണ്ട്. എല്ലാ മനുഷ്യന്മാരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ഓരോ കുറവുകളുണ്ടാവും, ആൾക്കും കുറവുകളുണ്ടെന്ന് ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെന്താണ്, അത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും മിസ്സായിട്ടില്ലല്ലോ. പിന്നെ എനിക്കിപ്പം അനു ആയാലും ആദിലയായാലും നൂറയായാലും എനിക്ക് അവരൊക്കെ പേഴ്സണലി ഇഷ്ടമുണ്ട് സംഭവത്തിൽ. പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് മത്സരിക്കുന്നത്. ചിലർ കുറച്ച് ഹൈയിൽ മത്സരിക്കുന്നുണ്ട്, അതായത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ചിലർ കുറച്ചതിന് താഴെ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ അനു എന്ന് പറയുന്ന വ്യക്തി അയാളുടെ രീതിയിൽ കളിക്കുന്നു, അക്ബറിൻ്റെ രീതിയിൽ കളിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരഭിപ്രായം, ഞാൻ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയില്ല എന്ത് വരുമെന്ന്, ഞാൻ നോക്കട്ടെ. ഭീഷണി, പോലീസ് കേസെടുക്കുമോ, എന്തൊക്കെയാണ് പുകിൽ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല. പേടിച്ചിട്ട് വൈകിട്ടോ, പേടിച്ചിട്ട് ഞാനിവിടെ എൻ്റെ നെഞ്ഞത്ത് ഇങ്ങനെ ടപ്പയെന്ന് ഹൃദയം ഇങ്ങനെ എടുക്കണുണ്ട്. പേടിച്ചിട്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് കൈയും കാലും വറച്ചിട്ട് വയ്യാട്ടോ. പിന്നെ ഞാൻ എന്തോന്ന് പറയാനാ, എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഇതുണ്ടെങ്കിൽ തിരക്കേടില്ല. എനിക്ക് വയ്യ, ഓരോരുത്തരുടെയൊക്കെ ഓരോരോ ഇതേ. ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്.